സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് റോസ്റ്റ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ റോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് തിരക്കണം കേട്ടോ. ഈ ഹലോ, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾക്ക് ഇന്ന് പറയാനുള്ള പർപ്പിൾ ഹാൽസിയൻ അശ്വിനി എന്ന് പറഞ്ഞ ഒരു വ്യക്തി നടത്തുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. ഇപ്പൊ ഇവിടെ ചർച്ചയായിട്ട് നിൽക്കുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരു സാധാരണ ഒരു മോഡിൽ ഇങ്ങനെ കുറെ നാളുകളായിട്ട് കുറെ വർഷങ്ങളായിട്ട് നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സബ്ജക്റ്റാണ് സബ്സ്ക്രിപ്ഷൻ. അത് ഇൻസ്റ്റാഗ്രാം കൊടുത്ത ഒരു ഫ്യൂച്ചർ ആണ് സബ്സ്ക്രിപ്ഷൻ. എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് കാര്യങ്ങൾ കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അത് എന്താണ് വൾഗർ ആയിട്ടൊന്നും അല്ല, നിങ്ങൾക്ക് അത് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. അങ്ങനെ എങ്ങനെ വേണം നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് നിങ്ങളുടെ ആരാധകര് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് എന്നിട്ട് അതിനകത്ത് ഏർണിങ്സ് കിട്ടാൻ വേണ്ടി ഒരു പോസിറ്റീവ് ഒരു വശം കൊണ്ട് മെറ്റ നമുക്ക് തന്ന ഒരു ഓപ്ഷൻ. അതായത് 10K ഫോളോവേഴ്സ് എബവ് ഫോളോവേഴ്സ് ഉള്ളവർക്കാർക്കും ഈ ഒരു മെറ്റ ഈ ഒരു പ്ലാറ്റ്ഫോം തുറന്നു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊരു ചർച്ചയായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേണുസുതിയുടെ കോണ്ടന്റ് വന്നതിലൂടെയാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ചർച്ചയായിക്കൊണ്ടിരുന്നത്. അപ്പം ഈ അശ്വിനി എന്ന് പറഞ്ഞ ആൾ ഇതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് അവർ എഡ്യൂക്കേറ്റഡ് ആണ്. അവർ ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ ഓടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പരിചയമുള്ള അഹാന കൃഷ്ണ ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ നടത്തുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ താരങ്ങൾ, വളരെ ചെറിയ പിള്ളേരടക്കമുള്ള ആൾക്കാർ ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നുണ്ട്. അതൊന്നും വലിയൊരു സംഭവമുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ എപ്പോഴാണ് ഇത് സംഭവം ചർച്ചയായത്? രേണുസുതി സബ്സ്ക്രിപ്ഷൻ എടുത്തപ്പോഴാണ് നമുക്ക് ഈ സബ്സ്ക്രിപ്ഷനിലോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അതെന്തോ ഒരു വലിയ സംഭവമാണെന്നും പറയാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഈ മെറ്റ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇറക്കിയപ്പം അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായത് സ്ത്രീകൾക്കാണ്. പുരുഷന്മാർക്ക് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, 10K അബവ് ആയവരൊക്കെ. പക്ഷെ അതിനകത്ത് ഒരാൾ പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തൊക്കെയായാലും ഇവർ ഈ മെറ്റ കൊടുത്ത ഈ പ്ലാറ്റ്ഫോം ലേഡീസ് യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ അത്യാവശ്യം ചിക്കിലി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്പോസിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുമുണ്ട്. അതിൽ പറ്റിയ ഒരാളാണ് ഈ പർപ്പിൾ ഹാൽസിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അശ്വിനി എന്ന് പറഞ്ഞ വ്യക്തി. അപ്പം അവരുടെ ഒരു സംഭവം ഈയിടെ ചർച്ചയായിട്ടുണ്ട്. അവർ 2-3 ദിവസങ്ങൾക്ക് മുമ്പേ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർ ഈ വീഡിയോ എടുത്ത് വെച്ച് റോസ്റ്റ് ചെയ്യുന്നവർക്കെതിരെ ഒരാൾക്ക് കേസ് കൊടുത്ത ഒരു സംഭവമായിരുന്നു. അപ്പം എനിക്ക് പേഴ്സണലി കുറെ അധികം കാര്യങ്ങൾ ഇതിലൂടെ പറയണം. അതിന് മുന്നാടിയായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പം ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, അതും കൂടെ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇത് എനിക്ക് പറയാനുള്ളത്, ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ സബ്സ്ക്രിപ്ഷന് കയറി അവരുടെ സ്ക്രീൻ റെക്കോർഡ് എടുത്തത് അത് ഒരു തെറ്റായ കാര്യമാണ്. അത് പബ്ലിക് ആക്കാൻ പാടില്ല. അതൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. പിന്നെ അത് ഇവരുടെ ഒരു പേഴ്സണൽ ഒരു കാര്യമാണ്, അത് പേയ്മെന്റ് കൊടുത്ത് ചെയ്യുന്ന കാര്യമാണ്. എന്നിട്ട് അവരെ അത് വെച്ചിട്ടുള്ള അവര് പബ്ലിക്കിന്റെ മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സൊസൈറ്റിയിൽ ഇങ്ങനെയാണ് ഏർണിങ്സ് ഉണ്ടാക്കുന്നത്, ഞാൻ ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ്. അവർക്കൊരു മറയൊന്നുമില്ല. അശ്വിനി അത് കറക്റ്റ് ആയിട്ട് വന്നിട്ട് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതേ സമയം രേണുസുതിയുടെ ഒരു കാര്യത്തിൽ വന്ന് നോക്കുമ്പോൾ രേണുസുതി പറയുന്നുണ്ട്, എനിക്ക് 2 മക്കളെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് ഈ പണി കാണിക്കുമ്പോഴാണ് രേണുസുതിക്ക് ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ വാട്ട് അവർ രണ്ടുപേരും അവരുടെ ഏർണിങ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത പേയ്മെന്റ് കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത്. അപ്പൊ അതിനകത്ത് നമ്മൾ സബ്സ്ക്രിപ്ഷനിൽ പോയിട്ട് ചൂണ്ടിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ പബ്ലിക്കിൽ എന്ത് കാണിക്കുന്നു, പബ്ലിക് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമിൽ അവരെന്ത് കാണിക്കുന്നു, അതൊക്കെയാണ് നമ്മളെടുത്ത് ചർച്ച ചെയ്യുന്നത്. സോ അപ്പം എനിക്കിനി രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷനിൽ പോയി ചൂണ്ടാൻ എനിക്ക് അധികം വലിയ താല്പര്യമൊന്നുമില്ല. സോ അപ്പൊ നമുക്ക് തിരിച്ച് കംബാക്ക് ഈ പർപ്പിളിലോട്ട് വരികയാണെങ്കിൽ, പർപ്പിൾ ഇതുപോലെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ സൈഡിൽ ഞാൻ പറയാം. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് റോസ്റ്റ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ റോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് തിരക്കണം കേട്ടോ. ഈ ഡീഫോമേഷൻ എന്താണ് മറ്റൊന്ന് തിരക്കിയിട്ട് വേണം വീഡിയോ ചെയ്യാനായിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും. അപ്പം അതിന് മുകളിൽ ഒരാളെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് കേസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരാൾക്കെതിരെ കേസ് കൊടുത്ത് പുള്ളിയുടെ പേരിൽ FIR ഇട്ട് കേസ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ച് തരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അഡ്രസ്സ് മറച്ചേട്ടോ. അപ്പോൾ ഒരാൾക്കെതിരെ അപകീർത്തിപ്പെടുത്തുക, അതുപോലെ ഇല്ലാ കഥകൾ ഉണ്ടാക്കി പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഡീഫോമേഷന്റെ അണ്ടറിൽ വരുന്നതാണ്. ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫണ്ണായിട്ട് തന്നെ എടുക്കും. അങ്ങനെയുള്ള വീഡിയോസിന്റെ താഴെ പോയി ഞാൻ തന്നെ കമന്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരാളെ മനഃപൂർവ്വം മോശമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. കാര്യം കോടതി കയറി ഇറങ്ങേണ്ടി വരും. FIR ഒക്കെ ഇട്ട് കേസ് എടുത്തു കഴിഞ്ഞാൽ കേസ് നടത്തി മുന്നോട്ട് പോകാനുള്ള ആംബിയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്തോ, കുഴപ്പമില്ല. കാര്യം എനിക്കും നല്ല ആംബിയറാണ്. അപ്പം കേസൊക്കെ നടത്തി മുന്നോട്ട് പോകാൻ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം എന്തൊക്കെയായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എനിക്ക് ഇതല്ല പറയാനുള്ളത്. അവരുടെ കേസും കാര്യങ്ങളൊക്കെ അതൊരു വഴിക്ക് അതങ്ങനെ നടക്കുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം അശ്വിനി ഇട്ട ഒരു പോസ്റ്റ്, ഒരു റീൽ അവര് ഡിലീറ്റ് ആക്കാൻ ഇടയുണ്ടായിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അവരൊരു ട്രോൾ ബൂത്ത് പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ആർമി കാർഡ് കാണിച്ച് അതിന്റെ പ്രിവിലേജ് പറ്റുന്ന രീതിയിൽ ഒരു സംഭവം, അതിന്റെ കമന്റ് ബോക്സിൽ കുറേയധികം കമന്റും കാര്യങ്ങളും ഒക്കെ ഇത് ശരിയല്ല, ഇതൊരു ആർമിയുടെ പ്രിവിലേജ് നിങ്ങൾ യൂസ് ചെയ്യുന്ന അത്ര ശരിയല്ല എന്നുള്ള കുറെ കമന്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ മെയിൻ ആയിട്ട് ശ്രമിക്കുന്നത്.
അപ്പൊ നമുക്കത് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ അത് ഒട്ടും തന്നെ ശരിയല്ല എന്നാണ് എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവർക്ക് അതൊരു ധാർഷ്ട്യം പോലെയാണ്. അതിനകത്ത് ഇതുപോലെ ഇത് ശരിയല്ല, ഇത് കാണിച്ചത് മോശമാണ് എന്ന് ഒരു ആർമി ഉദ്യോഗസ്ഥൻ അതിനകത്ത് എക്സ് മിലിറ്ററി ആയിക്കോട്ടെ വന്ന് പറയുമ്പോൾ, എക്സ് ആണെങ്കിലും ഇപ്പൊ കറന്റ്ലി വർക്ക് ചെയ്യുന്ന ആൾ ആരാണെങ്കിലും ഇങ്ങനെ വന്നെന്ന് പറയുമ്പോഴത്തേക്ക് അത് പട്ടിപുച്ഛമായിട്ട് അവരെടുത്തിട്ട് അതിനൊരു വില കൽപ്പിക്കാത്ത രീതിയിൽ അതിനൊരു മറുപടി കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് അത്യാവശ്യം ലോയും കാര്യങ്ങളും അറിയാനായിട്ട് ഇവർ അത് എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ അത് അടിച്ചറക്കാം. ചിലപ്പോൾ അത് കേസായിട്ടുണ്ടോ എനിക്കറിയത്തില്ല, കേസായിട്ടുണ്ട് കാണണം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ മോശമായി പോയി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഇത് ആർക്കും എന്തും കാണിക്കാം. ഒരു ആർമി, അപ്പൊ ആർമി ഉൾപ്പെടെയുള്ള ആൾക്കാരെ നിങ്ങൾ എന്താണ് ഇവിടെ ഒരു പ്രോഡക്റ്റ് ആക്കി വെക്കുകയാണ്, അവരെ കളിയാക്കുന്ന രീതിയിൽ ആക്കി ചിത്രീകരിച്ചാക്കി വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ചിലപ്പോൾ കേസ് ഉണ്ടെന്ന് തോന്നുന്നു, കാര്യങ്ങളായിട്ട് വരാം. അത് ശരിക്കും അവരെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കമന്റ് ബോക്സുകൾ നിറഞ്ഞു, അങ്ങനെ കാര്യമായി. ഇപ്പം സ്റ്റിൽ അവർ അക്കൗണ്ടിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റത്തില്ല, കാരണം അവരത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചധികം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, കുറച്ച് ക്ലാരിറ്റിയും കൂടെ ആകാനുണ്ട്, അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനത്തെ പ്രിവിലേജ് നിങ്ങൾ ഇട്ടൊരു റീലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് സബ്സ്ക്രിപ്ഷൻ, അത് അവരുടെ ഇഷ്ടമാണ്, അവരെ കാണിച്ചോട്ടെ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ കൊണ്ടിടുമ്പോഴത്തേക്ക് നിങ്ങൾ അതിനുള്ള ട്രോളും കാര്യങ്ങളൊക്കെ സഹിക്കാൻ തയ്യാറാകുക. തീർച്ചയായിട്ടും ട്രോളും കാര്യങ്ങളും മറുപടികളും എല്ലാം വരും. കാരണം അതുപോലത്തെ പരിപാടി കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ നേരത്തെ ഇത് കേട്ടിരുന്നില്ല, ഒരു സൈഡിൽ കൂടി ഈ ഒരു ബിസിനസ് കൊണ്ടുപോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഏതാണ്ട് 10-60 ലക്ഷം മുകളിൽ അങ്ങോട്ട് മാസവരുമാനമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവരുടെ കോണ്ടന്റ്, അവരുടെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്ത ആൾക്കാർക്ക് എത്രയാണ് 399 രൂപ അങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അപ്പം അതിനുള്ള വർക്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കുമല്ലോ ഇവര് പോകുന്നത്. അപ്പൊ 399 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് അതിനുള്ള കോണ്ടന്റ് ഇട്ട് കൊടുക്കണം. അപ്പം അവിടെ തന്നെ പാൽപായസം ഒന്നും അല്ലല്ലോ വെക്കുന്നത്. ഈ പർപ്പിൾ എന്ന് പറഞ്ഞ ഒരാള് നോർമലി നമുക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് തന്നെ നമുക്കറിയാം. ഏഴുമല പൂഞ്ചോല ആ മോഡൽ ഒരു സംഭവമാണ് പുള്ളിക്കാരി അടിച്ചു വിടുന്നത്. അപ്പത്തേക്ക് നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ എടുത്ത് പോകുന്ന ആരും അവിടെ പോയി അന്നദാനം കഴിക്കാനല്ല അവിടെ പോയി ഇരിക്കുന്നത്, അവിടെ പോയി ഭജന കൊള്ളാനല്ല, അവിടെ വായിക്കുന്ന രാമായണമല്ല, നമുക്ക് എന്താണെന്ന് പറയാം. അപ്പൊ അതിന് ഒരു 399 രൂപയ്ക്കുള്ള സംഭവം അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ അവരങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അത് ഭാവിയിൽ ഒരു ട്രോളായി വരത്തില്ല. നിങ്ങൾക്ക് എന്നും ഇങ്ങനെ ഒരു സേഫ് സോണിൽ കൂടെ പോകാൻ പറ്റും എന്നൊന്നും പറയില്ല. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. നമ്മളത് ഏതൊരു വശത്താണെങ്കിലും അപ്പം നമ്മൾ എത്രയുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ അത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് എത്ര ഇതാണെങ്കിലും അത് കോപ്പി അടിക്കാനും പണി അറിയാവുന്നവനാണെങ്കിൽ അത് ഈസി ആയിട്ട് ഡീകോഡ് ചെയ്ത് ഹാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അത്. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ അതിനത്രയുള്ള സ്ക്രീൻ അത് വേറൊരു ഫോൺ വെച്ചിട്ടാണ് നമുക്ക് ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ നമുക്കത് എടുക്കാൻ പറ്റും. സ്ക്രീൻ റെക്കോർഡ് ഓപ്ഷൻ ഇല്ലെങ്കിലും നമുക്ക് വേറൊരു ഫോൺ വെച്ച് അതൊക്കെ എടുത്ത് അത് പബ്ലിക്കിനായിട്ട് ഇടാൻ പറ്റും. അത്ര സെൻസിറ്റീവ് ആയി കാര്യങ്ങൾ. പിന്നെ നല്ലൊരു ഹാക്കർ, ഞാൻ പറഞ്ഞില്ലേ, പ്രോഗ്രാം ഡീകോഡ് ചെയ്ത് കോഡ് ചെയ്യാൻ അറിയുന്ന തലയുള്ളവനുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല, അത് പുഷ്പം പോലെ തൂക്കുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഇതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. പിന്നെ ഇതൊക്കെ മുന്നോട്ട് ഇനി ഒരു സബ്സ്ക്രിപ്ഷൻ മോഡ് വെച്ച് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ പാടായിരിക്കും. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് ചെയ്യുന്നത്, ഇതുപോലെ ഈ ഇരകളെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ വല്ലതും ടെലിഗ്രാമിലോട്ട് വിളിക്കണം. ടെലിഗ്രാമിലോട്ട് വിളിച്ചാൽ പിന്നെയും കാര്യങ്ങൾ ചിലപ്പോൾ നടക്കും തോന്നും. കാരണം ടെലിഗ്രാമിൽ നമ്മുടെ ഇന്ത്യയുടെ അണ്ടറിൽ നിൽക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, അത് കുറച്ച് എളുപ്പമാണ്, ഈസി ടു വേ ആണ്. അപ്പൊ അതൊക്കെയാണ് വിഷയങ്ങൾ. പിന്നെ ഇതിന് നിങ്ങൾ പ്രക്ഷോഭിച്ചിട്ടോ കാര്യങ്ങൾ, ഇതിപ്പോ ജസ്റ്റ് തുടക്കം മാത്രമാണ്. ഇതിനപ്പുറം നിങ്ങൾ കേൾക്കാൻ കിടക്കുന്ന ഉള്ളൂ. രേണുസുതിയാണ് ഇതിനെല്ലാം ഒരു തുടക്കക്കാരി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോ വീണ്ടും ശ്രദ്ധിക്കാം. ബൈ.